Unit number 2, Organization Theory. An organization is a coordinated social entity grouped together and interact for the achievement of the common goal. ഒരു കോമൺ ആയിട്ടുള്ള ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരസ്പരം ഗ്രൂപ്പായി ഇന്ററാക്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന കോർഡിനേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ എൻറ്റിറ്റിയാണ് ഓർഗനൈസേഷൻ. അപ്പോൾ പർട്ടിക്കുലർ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പിന് പറയുന്നതാണ് ഓർഗനൈസേഷൻ. It refers to the process of identification and grouping of activities, defining and establishing of authority, responsibility, relationship, and determining the manner in which the organization activities are interrelated. അപ്പോൾ ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുകയും ഗ്രൂപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. ഒരു സ്ഥാപനത്തിൽ അവിടുത്തെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ് പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് കോർഡിനേറ്റ് ചെയ്യുന്നതും ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. Thus, the organization consists of a group of people working together for the achievement of the organizational goal. Group of people working together for the achievement of organizational goal. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിന് പറയുന്നതാണ് ഓർഗനൈസേഷൻ. Various theories have been propounded which explain the organization in terms of closed, open and dynamic system. അപ്പോൾ ഈ ഓർഗനൈസേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് തിയറീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് പല ഓതേഴ്സും. അതിൽ ക്ലോസ്ഡ്, ഓപ്പൺ, ഡൈനാമിക് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഓർഗനൈസേഷൻസ് ഡെവലപ്പായി വരുന്നത് എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ഈ തിയറീസ് മുന്നോട്ട് പറയുന്നത്. ട്രഡീഷണലി ഓർഗനൈസേഷൻ ഈസ് വ്യൂഡ് ആസ് എ ക്ലോസ്ഡ് സിസ്റ്റം. പണ്ട് കാലത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് വിച്ച് ഡസ് നോട്ട് ഗെറ്റ് അഫക്റ്റഡ് ബൈ ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. പുറത്തുള്ള ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യാതെ അഫക്റ്റ് ചെയ്യാത്ത ഒരു സിസ്റ്റം ആയിട്ടായിരുന്നു നമ്മുടെ ഓർഗനൈസേഷനെ വ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. The open system view that perceives the organization as a social system which is composed of a number of subsystems of all which are independent and interrelated. ഓപ്പൺ സിസ്റ്റത്തിലൂടെ നമ്മൾ വ്യൂ ചെയ്യുന്നത് ഓർഗനൈസേഷൻ ഒരു സോഷ്യൽ സിസ്റ്റം ആയിട്ടാണ്. അതിൽ ഒരുപാട് സബ് സിസ്റ്റം ഉണ്ട്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡിപെൻഡന്റും ഇന്റർ റിലേറ്റഡും ആണ്. മാൻ ആൻഡ് ഹിസ് ഓർഗനൈസേഷൻ ആർ ഇന്റർവൂവൻ. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഓർഗനൈസേഷനും അതിന്റെ ഭാഗമായിട്ടുള്ള വ്യക്തികളും. മാൻ വർക്ക്സ് ഇൻ എ ഓർഗനൈസേഷൻ ആൻഡ് സീക്ക് ഗ്രേറ്റ് ബെനിഫിറ്റ് ഫ്രം ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത് വഴി വ്യക്തികൾക്ക് പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെ രണ്ടോ അതിലധികമോ പേരുടെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫേർട്സ് പരസ്പരം ലക്ഷ്യത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. These persons may enhance the abilities and reap the benefits from the organizational entities. അപ്പോൾ ഈ വ്യക്തികളാണ് അവരുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഓർഗനൈസേഷണൽ എൻറ്റിറ്റീസിന് പ്രവർത്തിക്കുന്നത് വഴി കൂടുതലായിട്ട് ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ. Organization refers to the process involving the identification and grouping of activities to be performed and defining and establishing the authority and responsibility relationship. Organizing എന്ന് പറയുന്നത് പ്രോസസ്സ്, അതായത് ഒരു സ്ഥാപനത്തിലെ ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്ത് അതിനെ ഗ്രൂപ്പ് ചെയ്ത് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നതാണ് ഓർഗനൈസിങ്. This enables people to work most effectively together in the achieving the organizational objectives. അപ്പോൾ ഓർഗനൈസ് ചെയ്യുന്നത് വഴി ആ സ്ഥാപനത്തിലെ വ്യക്തികൾക്ക്, എംപ്ലോയീസിന് വർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ അവിടെയുള്ള ആളുകൾക്ക് സാധിക്കുന്നതാണ്. ലക്ഷ്യങ്ങൾ എത്രയും പെട്ടെന്ന് അവരുടെ ലക്ഷ്യങ്ങൾക്ക് എത്തിച്ചേരാനും സാധിക്കുന്നതാണ്. The characteristics of organization are as follows. ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ഒന്ന്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതായത് ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായത് ഒന്നിൽ രണ്ടോ അതിലധികമോ ആളുകൾ കൂടി ചേരുമ്പോഴാണ് ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. രണ്ട്, ഡിവിഷൻ ഓഫ് വർക്ക്. സെറ്റിംഗ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഇൻവോൾവ്സ്
ഡിവിഷൻ ഓഫ് ദ ടോട്ടൽ വർക്ക് ഇൻ ടു വേരിയസ് ആക്ടിവിറ്റീസ്. ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ ആക്ടിവിറ്റീസ് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്കും അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോമൺ പർപ്പസ്. ഓരോ ഓർഗനൈസേഷനും രൂപപ്പെടുന്നത് ഒരു ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സെപ്പറേറ്റ് പേഴ്സണൽ ഗോൾസ് അല്ല, ഒരു സ്ഥാപനത്തിന് ഗോൾസ് ഉണ്ടാവും. അപ്പോൾ ആ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്ഥാപനം ഫോം ചെയ്യുന്നത്. വെർട്ടിക്കൽ ആൻഡ് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ്. ഒരു ഓർഗനൈസേഷനിൽ കോപ്പറേറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അത് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലാകാം, ഡിവിഷൻസ് തമ്മിലാകാം, സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റ്സ് തമ്മിലാകാം. അങ്ങനെ പലതരത്തിലുള്ള റിലേഷൻഷിപ്പ്, വെർട്ടിക്കൽ ആയിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഓർഗനൈസേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ചെയിൻ ഓഫ് കമാൻഡ്. The superior subordinate relationship established in organization are based on the authority which flows from the higher levels of management to the lower levels. ഒരു ചെയിൻ ഓഫ് കമാൻഡ്, അതായത് ഹയർ ലെവൽസിൽ നിന്ന് ലോവർ ലെവലിലോട്ട് അതോറിറ്റി പാസ് ചെയ്യുന്നതായിട്ട് ആണ് സബോർഡിനേറ്റ് സുപ്പീരിയർ റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത ഡൈനാമിക്സ് ഓഫ് ഓർഗനൈസേഷൻ. Besides the structural relationship among the people which are based on their activities and functions, there exists an organizing interaction based on the sentiments. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് കൂടാണ്ട് അവിടെയുള്ള എംപ്ലോയീസിന്റെ ഇടയിൽ, വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു ഓർഗനൈസിങ് ഇന്ററാക്ഷൻസ്, പരസ്പരം ഉള്ള ഒരു ഇന്ററാക്ഷൻ കൂടെ കാണും. സെന്റിമെന്റ്സിനെ വെച്ചുകൊണ്ടുള്ള ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയർ, ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സിനെ വെച്ചുകൊണ്ടുള്ള ഇന്ററാക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. These aspects of relationship provide a dynamic element to the organization functioning. അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഓർഗനൈസേഷന്റെ ഫംഗ്ഷനിങ്ങിൽ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ദേ ആർ സബ്ജക്ട് ടു ചേഞ്ച് ഫ്രം ടൈം ടു ടൈം. അത് ഓരോ സമയങ്ങളിലും ചേഞ്ച് ആവുന്ന, പരസ്പരമുള്ള ഇന്ററാക്ഷനിൽ വ്യത്യാസം വരുന്നതാണ്. ഒരു ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ്: 1 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, 2 ഡിവിഷൻ ഓഫ് വർക്ക്, 3 കോമൺ പർപ്പസ്, 4 ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ്, 5 ചെയിൻ ഓഫ് കമാൻഡ്, 6 ഡൈനാമിക്സ് ഓഫ് ഓർഗനൈസേഷൻ. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ. സൗണ്ട് ഓർഗനൈസേഷൻ കോൺട്രിബ്യൂട്ട്സ് ഗ്രേറ്റ്ലി ടു ദ കണ്ടിന്യൂറ്റി ആൻഡ് സക്സസ് ഓഫ് ദ എന്റർപ്രൈസ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ, നല്ലൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് ആ ബിസിനസ് സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കും കണ്ടിന്യൂഷനും സഹായിക്കുന്നതാണ്. ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്: 1 ഫെസിലിറ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ. ആ റിസോഴ്സസ് ഏറ്റവും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ ഓർഗനൈസേഷൻ സഹായിക്കുന്നുണ്ട്. ഫെസിലിറ്റേറ്റ് ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. ഓർഗനൈസേഷന് കൂടുതൽ മേഖലയിലോട്ട് വളർച്ച കൈവരിക്കാനും പല മേഖലയിലോട്ട് പുതിയ മേഖലയിലോട്ട് എത്തിച്ചേരാനും ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പെർമിറ്റ്സ് ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. ഒരു ഓർഗനൈസേഷൻ റിസോഴ്സസ് അത് ടെക്നിക്കൽ ആകാം, ഹ്യൂമൻ റിസോഴ്സസ് ആകാം, അതിനെ ലേറ്റസ്റ്റ് ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ ഉണ്ടാകണം. സ്റ്റിമുലേറ്റ് ക്രിയേറ്റിവിറ്റി. സ്പെഷ്യലൈസേഷൻ പ്രൊവൈഡ്സ് ഇൻഡിവിജ്വൽ വിത്ത് വെൽ ഡിഫൈൻഡ് ഡ്യൂട്ടീസ്. അപ്പോൾ ഓർഗനൈസേഷനിൽ ഓരോ ഇൻഡിവിജ്വൽസിന് ഓരോ ഡ്യൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യുന്നത് വഴി അവരുടെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. എൻകറേജ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഒരു പീപ്പിൾ, അതായത് ടീമായിട്ട് വർക്ക്, ഒരു ഓർഗനൈസേഷനിൽ ടീമായിട്ട് വർക്ക് ചെയ്യുന്നത് വഴി, അതായത് ജോബ് റൊട്ടേഷൻ, ജോബ് എൻലാർജ്മെന്റ്, ജോബ് എൻറിച്ച്മെന്റ്, അങ്ങനെയുള്ള ഓരോ ഹ്യൂമൻസിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ് ഡിസൈൻ ചെയ്യുന്നത് വഴി നമുക്ക് കുറച്ചും കൂടെ ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് നമ്മുടെ ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടൻസ്: 1 ഫെസിലിറ്റേറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ, 2 ഫെസിലിറ്റേറ്റ്സ് ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ, 3 പെർമിറ്റ്സ് ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്, 4 സ്റ്റിമുലേറ്റ് ക്രിയേറ്റിവിറ്റി, 5 എൻകറേജ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. അടുത്ത സ്റ്റെപ്സ് ഇൻ ഓർഗനൈസേഷൻ പ്രോസസ്സ്. ഓർഗനൈസേഷൻ പ്രോസസ്സിലെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഓർഗനൈസേഷൻ ഇൻവോൾവ്സ് ദ ഫോളോയിങ് ഇന്റർ റിലേറ്റഡ് സ്റ്റെപ്സ്. ഒരു ഓർഗനൈസേഷനിൽ താഴെ പറയുന്ന സ്റ്റെപ്പാണ് ഉണ്ടാവുന്നത്. 1 ഡിറ്റർമിനേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻസ്. ഓർഗനൈസേഷൻ എപ്പോഴും പ്രവർത്തിക്കുന്നത് അതിന്റെ ഒബ്ജക്റ്റീവ്സ് വെച്ചുകൊണ്ടാണ്. ഓർഗനൈസേഷന് ആദ്യമേ ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകണം. ഒബ്ജക്റ്റീവ്സിനെ വെച്ചുകൊണ്ടാണ് ഏത് പ്രവൃത്തിയാണെങ്കിലും ആരംഭിക്കുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ മാനേജ്മെന്റ് ടു ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ്സ് ബിഫോർ സ്റ്റാർട്ടിങ് എനി ആക്ടിവിറ്റി. ഏത് ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുൻപും ഒരു ഒബ്ജക്റ്റീവ്സ് മുൻകൂട്ടി തന്നെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പ്രോസസ്സാണ് ഐഡന്റിഫൈങ് ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. ആ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിനെ പല ഗ്രൂപ്പായിട്ട് ഐഡന്റിഫൈ ചെയ്ത് പല ഗ്രൂപ്പാക്കി മാറ്റിക്കൊണ്ട് അവരുടെ എഫേർട്സ് എഫക്റ്റീവായിട്ട് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോസസ്സായിട്ട് പറയുന്നത്. മൂന്നാമത് പറയുന്നുണ്ട് അലോട്ട്മെന്റ് ഓഫ് ഡ്യൂട്ടീസ്.
അങ്ങനെ ഗ്രൂപ്പാക്കി മാറ്റിയതിനു ശേഷം ഓരോരുത്തർക്കും പല ജോബ്സ് അലോട്ട് ചെയ്ത് കൊടുക്കുക. എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഓരോ ഇൻഡിവിജ്വൽസിനും അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ജോബ് അസൈൻ ചെയ്ത് കൊടുക്കുക. Each individual should be given a specific job to do according to his ability and made responsible for that. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ജോബാണ് കൊടുക്കേണ്ടത്, അതിൽ അവർ റെസ്പോൺസിബിളും ആയിരിക്കണം. He should also be given the adequate authority to do the job assigned to him. അതോടൊപ്പം തന്നെ അവർക്ക് കൊടുത്തിരിക്കുന്ന ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അതോറിറ്റിയും അവർക്ക് ജോബ് അസൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നൽകേണ്ടതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഡെവലപ്പിംഗ് റിലേഷൻഷിപ്പ്. Since so many individuals works in the same organization, it is the responsibility of the management to lay down the structure of relationship and the organization. അതായത് ഒന്നിലധികം ആളുകൾ ഇൻഡിവിജ്വൽസ് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ മുൻകൂട്ടി തന്നെ ഡിസൈൻ ചെയ്ത് സ്ട്രക്ചർ ഫ്രെയിം ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എവരിവൺ ഷുഡ് ക്ലിയർലി നോ ടു ഹൂം ഹീസ് അക്കൗണ്ടബിൾ. ആരോടാണ് അവർ മറുപടി പറയേണ്ടത്, ആരോടാണ് അവര് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെ കാര്യമുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അടുത്ത സ്റ്റെപ്പാണ് ഇന്റഗ്രേഷൻ ഓഫ് ദീസ് അക്കൗണ്ട്സ് ഓഫ് ആക്ടിവിറ്റീസ്. ഈ കാര്യങ്ങളെല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യണം, കൂട്ടിച്ചേർത്ത് കൊണ്ട് പോകണം. അതായത് റിലേഷൻഷിപ്പ് ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ലാറ്ററൽ ആയിട്ട്, പിന്നെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് നല്ല രീതിയിൽ പ്രവർത്തിക്കണം. We can achieve unity of objectives, teamwork and team spirit by the integration of the different activities. അപ്പൊ ഇങ്ങനെ ഒരു ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്സ്, ടീം വർക്ക്, ടീം സ്പിരിറ്റ് ഒക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഓർഗനൈസേഷന്റെ പ്രോസസ്സ്, സ്റ്റെപ്സ് ഇൻ ദ ഓർഗനൈസേഷൻ പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, സെക്കൻഡ് സ്റ്റെപ്പാണ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്, തേർഡ് സ്റ്റെപ്പാണ് അലോട്ട്മെന്റ് ഓഫ് ഡ്യൂട്ടീസ്, ഫോർത്ത് സ്റ്റെപ്പാണ് ഡെവലപ്പിംഗ് റിലേഷൻഷിപ്പ്, ഫിഫ്ത്ത് സ്റ്റെപ്പാണ് ഇന്റഗ്രേഷൻ ഓഫ് ദീസ് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് ടോപ്പിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ. The principles of organization guide for the planning and efficient organization structure. പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷനിലൂടെയാണ് നമ്മൾ ഒരു ഓർഗനൈസേഷന് എഫിഷ്യന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഓർഗനൈസേഷന് എഫിഷ്യന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷനെ വെച്ചുകൊണ്ടാണ്. നമുക്ക് ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ എന്താണെന്ന് നോക്കാം. ഒന്ന്, യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്സ്. An enterprise tries to accomplish certain objectives. ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അതിനൊരു കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. രണ്ട്, ഡിവിഷൻ ഓഫ് വർക്ക് ആൻഡ് സ്പെഷ്യലൈസേഷൻ. ആ ഓർഗനൈസേഷന്റെ എൻറ്റയർ വർക്ക് എന്ന് പറയുന്നത് പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പാർട്സും ഓരോ ഇൻഡിവിജ്വലിന്റെ സിംഗിൾ ജോബായിട്ട് കൊടുക്കേണ്ടതാണ്. മൂന്ന്, ഡെഫിനിഷൻ ഓഫ് ജോബ്സ്. Every position in the organization should be clearly defined in relation to other positions in the organization. ഓരോ പൊസിഷനുള്ള ഓരോ വ്യക്തിയും ഓരോ ഇൻഡിവിജ്വലും എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അവരുടെ ഡ്യൂട്ടീസ് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുത്തിരിക്കണം. സെപ്പറേഷൻ ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഫംഗ്ഷൻസ്. വെനെവർ പോസിബിൾ ദ ലൈൻ ഫംഗ്ഷൻ ഷുഡ് ബി സെപ്പറേറ്റഡ് ഫ്രം ദ സ്റ്റാഫ് ആക്ടിവിറ്റീസ്. അപ്പൊ അങ്ങനെ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം കമ്മിറ്റീസിന്റെ ഒബ്ജക്റ്റീവ്സിനെ മുൻനിർത്തിക്കൊണ്ട് ഓരോരുത്തരും ഏതൊക്കെ ഫങ്ഷൻസ് ആണ് ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പ്രധാനമായിട്ടും നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തിരിക്കണം. മാനുഫാക്ചറിങ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ ഓരോ ഒബ്ജക്റ്റീവ്സും ഓരോ ഡിവിഷനുമായി ബന്ധപ്പെട്ട ഓരോ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുത്തിരിക്കണം. അടുത്ത, ചെയിൻ ഓഫ് കമാൻഡ് ഓർ സ്കാലർ പ്രിൻസിപ്പിൾ. There must be a clear lines of authority running from the top to the bottom of the organization. അതായത് ഒരു പിരമിഡ് ഷേപ്പിൽ അതോറിറ്റി വരേണ്ടത് ടോപ്പ് ലെവലിൽ നിന്നും ബോട്ടം ലെവലിലോട്ടാണ് വരേണ്ടത്. ആവശ്യമുള്ളവർക്ക് മാത്രമേ അതോറിറ്റി കൊടുക്കാവുള്ളൂ. കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന വർക്കിനനുസരിച്ചാണ് നമ്മൾ അതോറിറ്റി കൊടുക്കേണ്ടത്. ക്ലാരിറ്റി ഈസ് അച്ചീവ്ഡ് ത്രൂ ദ ഡെലിഗേഷൻ ബൈ സ്റ്റെപ്സ് ആൻഡ് ലെവൽസ് ഫ്രം ദ ടോപ്പ് പൊസിഷൻ ടു ദ ഓപ്പറേഷൻ ലെവൽ. അതായത് ടോപ്പ് പൊസിഷൻ തൊട്ട് ഓപ്പറേഷൻ ലെവലിൽ വരെയുള്ള ആ ഡെലിഗേഷൻ ഓഫ് വർക്ക് നമ്മൾ സ്റ്റെപ്പ് ആയിട്ടോ ലെവൽസ് ആയിട്ടോ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുത്തിരിക്കണം. അടുത്ത പ്രിൻസിപ്പിൾസ് ആണ് പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി ഷുഡ് ഓൾവേസ് ബി കപ്പിൾഡ് വിത്ത് കറസ്പോണ്ടിങ് അതോറിറ്റി. അതായത് റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത് അതോറിറ്റിക്ക് വെച്ചുകൊണ്ട് മാത്രമേ കൊടുക്കാവുള്ളൂ. റെസ്പോൺസിബിലിറ്റി കൊടുക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള അതോറിറ്റിയും അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്.
അടുത്ത യൂണിറ്റി ഓഫ് കമാൻഡ്. നോ വൺ ഇൻ ദ ഓർഗനൈസ് ഷുഡ് റിപ്പോർട്ട് ടു മോർ ദാൻ വൺ ലൈൻ സുപ്പീരിയർ. അതായത് ഒരു ഇൻഡിവിജ്വലും ഒന്നിലധികം ആളുകളോട് റിപ്പോർട്ട് ചെയ്യാൻ പാടുന്നത് ഒരു കമാൻഡ് മാത്രമേ ഉള്ളയാൾക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. അടുത്തതാണ് പ്രിൻസിപ്പൾസ് വിടുന്നതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അതായത് ഇവരുടെ വർക്ക് ഒറ്റ ഡയറക്ഷനിലാകണം പ്രവർത്തിക്കേണ്ട. ഒരു കോമൺ ഗോൾ വെച്ചുകൊണ്ട് ഒറ്റ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ്, കോമൺ ഒബ്ജക്റ്റീവ്സ് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും പ്രവർത്തിക്കേണ്ടത്. എക്സെപ്ഷൻ പ്രിൻസിപ്പിൾസ്. This principle suggests that higher level managers should attend to the exceptional matters only. അതായത് എല്ലാ റൂട്ടീൻ കാര്യങ്ങളെല്ലാം എക്സെപ്ഷണൽ ആയിട്ട്, അതായത് എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രമേ ഹയർ ലെവൽ മാനേജ്മെന്റ് അതിൽ ഇടപെടാൻ പാടുള്ളൂ. ബാക്കിയുള്ള റൂട്ടീൻ ആക്ടിവിറ്റി ഡിസിഷൻസ് ഒക്കെ ലോവർ ലെവൽസിലാകണം എടുക്കേണ്ടത്. അടുത്ത പ്രിൻസിപ്പിൾ പറയുന്നുണ്ട് സ്പാൻ ഓഫ് സൂപ്പർവിഷൻ. The span of supervision means the number of persons a manager or a supervisor can direct. അതായത് ഒരു മാനേജർക്ക് അല്ലെങ്കിൽ സൂപ്പർവൈസറിന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളെ മാത്രമേ അവരുടെ സൂപ്പർവിഷന്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. അടുത്ത പ്രിൻസിപ്പിൾസ് ഓഫ് ബാലൻസ്. There should be a proper balance between various parts of the organization. No function should give undue influence. ഒരു ഓർഗനൈസേഷനിലെ എല്ലാ പാർട്സിനും എല്ലാ ഡിവിഷൻസിനും ഒരേപോലെയുള്ള ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ടത്. ഒരു ഫംഗ്ഷനെയും മറ്റ് ഫംഗ്ഷനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പാടില്ല. അടുത്ത കമ്മ്യൂണിക്കേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ്സ് നിറവേറ്റുന്നതിൽ കമ്മ്യൂണിക്കേഷൻ പ്രധാനപ്പെട്ടതാണ്. അപ്പം നല്ല രീതിയിലുള്ള ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആ ഓർഗനൈസേഷനിൽ ഉണ്ടാകണം. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ഫ്ലെക്സിബിലിറ്റി. Organization structure should be flexible that it can easily and economically adapt to the changes in the nature of business. ബിസിനസ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസിന് അനുസരിച്ച്, ടെക്നോളജിക്കൽ ഇന്നോവേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആയിരിക്കണം ഉണ്ടാകേണ്ടത്. അതാണ് ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കണ്ടിന്യൂറ്റി. ചേഞ്ചസ് ഇൻ ദ ലോ ഓഫ് നേച്ചർ. മെനി ചേഞ്ചസ് മേ ടേക്ക് പ്ലേസ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസേഷന്റെ പുറത്ത് പലതരത്തിലുള്ള ചേഞ്ചസ്, അതായത് മാറ്റം എന്ന് പറയുന്നത് അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓർഗനൈസേഷന്റെ പുറത്ത് പലതരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ആ ചേഞ്ചസ് നമ്മുടെ ഓർഗനൈസേഷനിലും ഉണ്ടാകണം. പുറത്തുണ്ടാവുന്ന ചേഞ്ചിനനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷൻ ചേഞ്ചസ് ഉണ്ടാകണം. ഫോർ ദിസ് പർപ്പസ് ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ മസ്റ്റ് ബി ഏബിൾ ടു സെർവ് ദ എന്റർപ്രൈസ് ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്സ് ഫോർ ദ ലോങ് പീരിയഡ് ഓഫ് ടൈം. അപ്പം ദീർഘകാലത്തേക്ക് ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് രീതിയിലായിരിക്കണം നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ. ഒന്ന് യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്സ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ. ഒന്ന് യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്സ്. 2 ഡിവിഷൻ ഓഫ് വർക്ക് ആൻഡ് സ്പെഷ്യലൈസേഷൻ. 3 ഡെഫിനിഷൻ ഓഫ് ജോബ്സ്. 4 സെപ്പറേഷൻ ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഫങ്ഷൻസ്. 5 ചെയിൻ ഓഫ് കമാൻഡ് ഓർ സ്കാലർ പ്രിൻസിപ്പിൾ. 6 പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. 7 യൂണിറ്റി ഓഫ് കമാൻഡ്. 8 യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. 9 എക്സെപ്ഷൻ പ്രിൻസിപ്പിൾ. 10 സ്പാൻ ഓഫ് സൂപ്പർവിഷൻ. 11 പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ്. 12 കമ്മ്യൂണിക്കേഷൻ. 13 ഫ്ലെക്സിബിലിറ്റി. 14 കണ്ടിന്യൂറ്റി. ഇത്രയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ടോപ്പിക് ക്ലാസിക്കൽ തിയറി ഓഫ് ഓർഗനൈസേഷൻ. Classical theory of organization. The old theories of organization are classified as classical theory of organization. അപ്പോൾ ഓൾഡ് തിയറീസ്, ഒരുപാട് നാളുകൾക്ക് മുൻപുള്ള തിയറീസ് ആണ് ക്ലാസിക്കൽ തിയറീസ് ഓഫ് ഓർഗനൈസേഷൻ. ദ ഒറിജിൻ ഓഫ് ക്ലാസിക്കൽ തിയറീസ് ക്യാൻ ബി ട്രാക്ക് ടു ദ റൈറ്റിംഗ്സ് ഓഫ്. അപ്പോൾ ക്ലാസിക്കൽ തിയറിയുടെ ഒറിജിനേഷൻ അല്ലെങ്കിൽ ഒറിജിൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് FBB ടൈലറുടെ റൈറ്റിംഗ്സിൽ, മാക്സ് വെബർ, ജെയിംസ് മൂരെ, EFL ബീച്ച്, ലോയിസ് അലൻ എന്നിവരുടെ റൈറ്റിംഗ്സിലാണ് നമുക്ക് ക്ലാസിക്കൽ തിയറിയുടെ ഒറിജിൻ കാണാൻ സാധിക്കുന്നത്. ക്ലാസിക്കൽ തിയറി, പ്രധാനമായിട്ടുള്ള ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് ഒന്ന് ബ്യൂറോക്രസി, 2 അഡ്മിനിസ്ട്രേറ്റീവ് തിയറി ആൻഡ് സയന്റിഫിക് മാനേജ്മെന്റ്. The component of the classical theory was developed on a similar assumption at about the same time. 1900 തൊട്ട് 1950 AD വരെയുള്ള കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറീസ് ആണ് ക്ലാസിക്കൽ തിയറി. അതിന്റെ അസംഷൻസ് ഒക്കെ ഏകദേശം സിമിലർ ആണ്. These components develop the idea of structure within the connotation of the organization. അപ്പോൾ ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിൽ വേണ്ടി വരുന്ന ഐഡിയാസ് ആണ് ഈ തിയറിയിലൂടെ പ്രധാനമായിട്ടും മുന്നോട്ട് വന്നിട്ടുള്ളത്. അക്കോർഡിംഗ്ലി ഓർഗനൈസേഷൻ വാസ് ഡിഫൈൻഡ് ആസ് സ്ട്രക്ചർ, റിലേഷൻഷിപ്പ്, പവർ, ഒബ്ജക്റ്റീവ്സ്, റോൾസ്, ആക്ടിവിറ്റീസ്, കമ്മ്യൂണിക്കേഷൻസ്, അതർ പാർട്ടീസ് എക്സിസ്റ്റ് വിത്ത് പീപ്പിൾ വർക്കിംഗ് ടുഗദർ. അപ്പോൾ ഒന്നിലധികം വ്യക്തികൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ്, സ്ട്രക്ചർ ഓഫ് റിലേഷൻഷിപ്പ്, പവർ, ഒബ്ജക്റ്റീവ്സ്, റോൾസ്, ആക്ടിവിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ
ഈ തിയറിയുമായി ബന്ധപ്പെട്ട് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ദസ് ദീസ് സ്ട്രീംസ് ഓഫ് ക്ലാസിക്കൽ തിയറി വ്യൂ ദ ഓർഗനൈസേഷൻ ആസ് എ മെക്കാനിക് സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ ഈ ക്ലാസിക്കൽ തിയറി ഓർഗനൈസേഷനെ ഒരു മെക്കാനിക്കൽ സ്ട്രക്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് തിയറിയാണ് ബ്യൂറോക്രസി തിയറി. Bureaucracy theory is targeted in maximizing the efficiency of the organization through developing a system of specialization and a set of systematic rules and procedures. ബ്യൂറോക്രസി തിയറി ടാർഗറ്റ് ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിന്റെ എഫിഷ്യൻസി, മാക്സിമൈസിംഗ് ദ എഫിഷ്യൻസി ഓഫ് ആൻ ഓർഗനൈസേഷൻ ത്രൂ ഡെവലപ്പിംഗ് എ സിസ്റ്റം ഓഫ് സ്പെഷ്യലൈസേഷൻ ആൻഡ് സെറ്റ് ഓഫ് സിസ്റ്റമാറ്റിക് റൂൾസ്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള റൂൾസിലൂടെയും പ്രൊസീജിയേഴ്സിലൂടെയും സ്പെഷ്യലൈസേഷനിലൂടെയും ഒരു ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് ബ്യൂറോക്രസി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. ഇറ്റ്സ് ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്ലൂഡ്. അപ്പോൾ ബ്യൂറോക്രസി തിയറിയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്: ഒന്ന്, ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ, ഹൈറാർക്കി, റൂൾസ്, റാഷണാലിറ്റി, ഇംപേഴ്സണാലിറ്റി, rule orientation, neutrality. It has some demerits like rigidity, impersonality, delegation, goal displacement, stick categorization, self-perpetuation and empire building ഒക്കെയാണ് ബ്യൂറോക്രസി തിയറിയുടെ ഡിമെറിറ്റ്സ്. അടുത്ത രണ്ടാമത്തെ തിയറിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി. രണ്ടാമത്തെ തിയറിയാണ് ക്ലാസിക്കൽ തിയറിയിൽ രണ്ടാമത്തെ തിയറിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി. Administrative theory broadly divides the activities of an industrial organization into 6 major groups, which are technical, commercial, financial, security, accounting and managerial. അഡ്മിനിസ്ട്രേറ്റീവ് തിയറി പറയുന്നത് ഒരു ബിസിനസ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസിനെ 6 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ, കൊമേഴ്ഷ്യൽ, ഫിനാൻഷ്യൽ, സെക്യൂരിറ്റി, അക്കൗണ്ടിങ് ആൻഡ് മാനേജറിയൽ. It stresses on the theory that management is a process. It further stresses that dissected intellectually by analyzing the properly the functions of managers. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് മാനേജിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം അതിലൂടെ നമ്മുടെ ഓരോ ഫങ്ഷൻസും ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള ഇന്റലക്ച്വൽ ആയിട്ട് അതിനെ അനലൈസ് ചെയ്ത് അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മാനേജർ ചെയ്യേണ്ട കാര്യം. ഇറ്റ് പ്രൊപ്പോസസ് 14 principles that work effectively for the smooth functioning of the organizations. അപ്പോൾ ഈ തിയറിയിലൂടെ 14 പ്രിൻസിപ്പിൾസ് ആണ് ഒരു ഓർഗനൈസേഷനിലെ വർക്ക് എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 14 പ്രിൻസിപ്പിൾസ് ആണ് മുന്നോട്ട് വെക്കുന്നത്. ഇറ്റ് വാസ് ഡിസ്കറേജ്ഡ് ആൻഡ് ക്രിട്ടിസൈസ്ഡ്. ഇറ്റ്സ് അണ്ടർ എസ്റ്റിമേറ്റഡ് ദ ഹ്യൂമൻ ഫാക്ടേഴ്സ് വാസ് ബേസ്ഡ് ഓൺ ദ ക്ലോസ് സിസ്റ്റംസ്. അപ്പോൾ ഈ തിയറിയുടെ പ്രധാനപ്പെട്ട പോരായ്മയായിട്ട് പറയുന്ന ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഹ്യൂമൻ ഫാക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഓർഗനൈസേഷനെ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് ഈ തിയറി എക്സാമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ തിയറിനെ കുറിച്ച് വന്നിട്ടുള്ള ഏറ്റവും വലിയ ക്രിറ്റിസിസം. ക്ലാസിക്കൽ തിയറിയാണ് സയന്റിഫിക് മാനേജ്മെന്റ്. Scientific management is scientifically oriented method that helps in determine the best possible method of performing any task. Scientific management എന്ന് പറയുന്നത് സയന്റിഫിക് ആയിട്ട് ഒരു കാര്യം എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, ഒരു ടാസ്ക് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഓൾസോ വർക്ക്സ് വെൽ ഫോർ ദ സെലക്ടിങ്, ട്രെയിനിങ്, മോട്ടിവേറ്റിംഗ് വർക്കേഴ്സ്. അതോടൊപ്പം തന്നെ വർക്കേഴ്സിനെ സെലക്ട് ചെയ്യുന്നതും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതുമായ ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ തിയറിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് സ്ട്രെസ്സസ് ഓൺ സയന്റിഫിക് സെലക്ഷൻ ഓഫ് പേഴ്സണൽ ഇൻസെന്റീവ്സ് ആൻഡ് ഫംഗ്ഷനിങ് ഓഫ് ഫോർമാൻഷിപ്പ്. അപ്പോൾ കൂടുതലായിട്ട് ഈ തിയറി പ്രകാരം കൂടുതലായിട്ട് നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടത് ഓർഗനൈസേഷനിലെ പേഴ്സണലിനെ സെലക്ട് ചെയ്യുമ്പോഴും അവർക്കുള്ള ഇൻസെന്റീവ്സ്, അവരുടെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഈ തിയറി പ്രകാരം കൂടുതലായിട്ട് എംഫസിസ് കൊടുക്കേണ്ടത്. ഇറ്റ് എംഫസിസ് ഓൺ ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി ബട്ട് അണ്ടർ എസ്റ്റിമേറ്റ്സ് ഹ്യൂമൻ എഫേർട്സ്. ഈ തിയറിയും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്രൊഡക്ടിവിറ്റിക്കാണ്, ഹ്യൂമൻ എഫേർട്സിന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ തിയറിയുടെ പ്രധാനപ്പെട്ട പോരായ്മ. അപ്പൊ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ബെസ്റ്റ് പോസിബിൾ മെത്തേഡ് ഫോർ പെർഫോമിംഗ് ടാസ്ക്, ഏറ്റവും നല്ല വഴിയിലൂടെ ഒരു ടാസ്ക് എങ്ങനെ പെർഫോം ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിലെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പർ ആയിട്ടുള്ള സെലക്ഷൻ, ട്രെയിനിങ്, മോട്ടിവേഷൻ കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പേഴ്സണലിൻ്റെ, അവിടെയുള്ള വർക്കേഴ്സിൻ്റെ സെലക്ഷന്, അവരുടെ ഇൻസെൻറ്റീവ്സ്, അവരുടെ
അവരുടെ സൂപ്പർവിഷൻ ഇങ്ങനെയുള്ള കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് വഴി സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി, ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി പറഞ്ഞിരിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് നിയോ ക്ലാസിക്കൽ തിയറി. നിയോ ക്ലാസിക്കൽ തിയറി ഇസ് ആൻ എക്സ്റ്റെൻഡഡ് ക്ലാസിക്കൽ തിയറി ദാറ്റ് എംഫസിസ് ദ സോഷ്യൽ ഫാക്ടേഴ്സ് ആൻഡ് ഇമോഷണൽ അറ്റ് വർക്ക് പ്ലേസ്. അപ്പോൾ ക്ലാസിക്കൽ തിയറിയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ് നിയോ ക്ലാസിക്കൽ തിയറി. അത് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ക്ലാസിക്കൽ തിയറി പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സ് കൂടാണ്ട് സോഷ്യൽ ഫാക്ടേഴ്സിനും ഇമോഷണൽ ഫാക്ടേഴ്സിനും വർക്ക് പ്ലേസിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ക്ലാസിക്കൽ തിയറി പറയുന്നത്. ക്ലാസിക്കൽ തിയറി പറഞ്ഞിരിക്കുന്നത്, നിയോ ക്ലാസിക്കൽ തിയറി പറഞ്ഞിരിക്കുന്നത് എംഫസിസ് ദ സോഷ്യൽ ഫാക്ടേഴ്സ് ആൻഡ് ഇമോഷണൽ അറ്റ് വർക്ക് പ്ലേസ്. സോഷ്യൽ ഫാക്ടേഴ്സിനും ഇമോഷൻസിനും വർക്ക് പ്ലേസിൽ പ്രാധാന്യമുണ്ട്. ഇറ്റ് ഹാസ് ബീൻ കൺസിഡേർഡ് ബെറ്റർ ദാൻ ക്ലാസിക്കൽ തിയറി ആസ് ലേ ഡൗൺ ദ ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻസ്. അതായത് ക്ലാസിക്കൽ തിയറിനേക്കാളും കൂടുതലായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള തിയറിയാണ് നിയോ ക്ലാസിക്കൽ തിയറി. കാരണം അത് ഹ്യൂമൻ റിലേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇറ്റ് വാസ് ഹെവിലി ക്രിട്ടിസൈസ് ദാറ്റ് ഇറ്റ് പെയ്ഡ് ഇമ്പോർട്ടൻസ് ടു പീപ്പിൾ വർക്കിംഗ് ഇൻ എൻ ഓർഗനൈസേഷൻ. ഈ തിയറി കൂടുതലായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത് ഓർഗനൈസേഷനിലെ പീപ്പിളിലാണ്, വർക്ക് ചെയ്യുന്ന പീപ്പിളിലെ ഹ്യൂമൻ ഫാക്ടറിനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോരായ്മയായിട്ട് പറയുന്നത്. അടുത്ത തിയറിയാണ് മോഡേൺ തിയറി. മോഡേൺ തിയറി ഓഫ് ഓർഗനൈസേഷൻ ടേക്സ് കൺസിഡറേഷൻ ഓഫ് ഓൾ ഡൈനാമിക് കണ്ടീഷൻസ് അറ്റ് ദ മൈക്രോ ആൻഡ് മാക്രോ ലെവൽസ്. മൈക്രോ ആൻഡ് മാക്രോ ലെവൽസിലുള്ള ഓർഗനൈസേഷന്റെ ഡൈനാമിക് കണ്ടീഷൻസിനെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് മോഡേൺ തിയറി പറയുന്നത്. ഇറ്റ് സ്ട്രെസ്സസ് ഓൺ ദ ഇന്റഗ്രേഷൻ ഇഫ് ദ ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസ്ഡ് യൂണിറ്റ്സ് ത്രൂ സിസ്റ്റം അപ്രോച്ച്. അതായത് ഒരു സിസ്റ്റം അപ്രോച്ചിലൂടെയാണ് ഓർഗനൈസേഷനും ഇൻഡിവിജ്വൽസും അവരുടെ ഇമ്പോർട്ടൻസ് പ്രവർത്തനങ്ങൾ, ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇറ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ഇൻ ടേംസ് ഓഫ് ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്, ഫീഡ്ബാക്ക്. അതായത് എന്ത് കാര്യമായിക്കോട്ടെ അതിന് ഇൻപുട്ട്, പ്രോസസ്സിലൂടെ ഔട്ട്പുട്ട് ഉണ്ടാവും, ഫീഡ്ബാക്ക് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്. അടുത്ത കണ്ടിജൻസീസ് തിയറി. Contingency theory stresses on the two basic aspects. They are focusing attention on specific situational factors that influence the authenticity of one managerial strategy over the another and highlighting the importance of developing skills for managers in situational analysis. കണ്ടിജൻസി തിയറി പറഞ്ഞിരിക്കുന്നത് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ആണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഒരു സിറ്റുവേഷനിൽ ഒരു മാനേജർ സ്ട്രാറ്റജിന് എങ്ങനെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. അപ്പോൾ മാനേജർമാർക്ക് സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് കണ്ടിജൻസി തിയറി പറയുന്നത്. ഇറ്റ് വാസ് പോപ്പുലർ ഫോർ മെനി റീസൺസ് ആൻഡ് ദെയർ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. ഒരു കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള തിയറിയാണ് കണ്ടിജൻസി തിയറി. Linkage between theory and practice as a basis for introducing changes, wide applicability and new microphase. കൂടുതലായിട്ട് തിയറിയും പ്രാക്ടീസുമായിട്ട് കൂടുതലായിട്ട് ലിങ്കേജ് ഉണ്ട് എന്നുള്ളതും കൂടുതലായിട്ട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെ വൈഡ് ആയിട്ടുള്ള ആപ്ലിക്കബിലിറ്റി ഉണ്ട് എന്നുള്ളതും ഈ തിയറിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് ടോപ്പിക് കണ്ടംപററി ഇഷ്യൂസ് ഇൻ ഓർഗനൈസേഷൻ തിയറി. Different theories of organizations have been discussed. It clearly states there are three types of organization approaches. നമ്മൾ പറഞ്ഞ തിയറീസ് വെച്ചുകൊണ്ട് ഒരു ഓർഗനൈസേഷനിൽ 3 തരത്തിലുള്ള അപ്രോച്ചസ് ആണ് ഫോളോ ചെയ്യുന്നു വരുന്നത്. നെയ്മിലി സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച്, സെക്കൻഡ് വൺ സോഷ്യോ സൈക്കോളജിക്കൽ അപ്രോച്ച് ആൻഡ് സിസ്റ്റം കണ്ടീജന്റ് അപ്രോച്ച്. 3 തരത്തിലുള്ള അപ്രോച്ചസ് ആണ് ഈ തിയറി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള തിയറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. All of them are mutually independent as they have inherent relationship. അപ്പോൾ ഈ 3 തിയറീസും 3 അപ്രോച്ചസും പരസ്പരം ഇന്റർറിലേറ്റഡ് ആണ്, ഡിപ്പെൻഡന്റ് ആയിട്ടാണ്, മ്യൂച്വലി ഡിപ്പെൻഡന്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈച്ച് തിയറി ഈസ് ഇൻകംപ്ലീറ്റ് അൺലെസ് ഇറ്റ് ഈസ് സപ്ലിമെന്റഡ് ബൈ ദ other two approaches. ഓരോ തിയറിയിലും ഓരോ തിയറിയും ഇൻകംപ്ലീറ്റ് ആണ്. മറ്റ് 2 അപ്രോച്ചസും കൂടെ കൂടുമ്പോൾ മാത്രമേ ഓരോ തിയറിയും കംപ്ലീറ്റ് ആയിട്ട് മാറത്തുള്ളൂ. However, at the same time, it is equally difficult to generalize a single theory of organization which can explain the organization totally. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒറ്റ സിംഗിൾ തിയറി പറയുക എന്ന് പറയുന്നത് നമുക്ക് ഡിഫിക്കൽട്ടാണ്. As the mechanics approach ignores human problems. സ്ട്രക്ചറൽ അപ്രോച്ച് ആണെങ്കിൽ അത് ഹ്യൂമൻ പ്രോബ്ലംസിനെ അവോയ്ഡ് ചെയ്യുന്നു.
The humanistic socio-psychological approach does not give weightage to the closed and formal settings of organization. അപ്പോൾ സോഷ്യോ സൈക്കോളജിക്കൽ അപ്രോച്ച് അത് ഓർഗനൈസേഷൻ്റെ ക്ലോസ്ഡ് ആൻഡ് ഫോർമൽ സെറ്റിങ്സ് ഓർഗനൈസേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതും പ്രോബ്ലമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ തിയറീസിൽ നമുക്ക് പലതരത്തിലുള്ള ഡിഫറൻസ്, ഫോക്കസിൽ എംഫസിസിൽ പലതരത്തിലുള്ള ഡിഫറൻസ് കാണാൻ സാധിക്കും. അപ്പോൾ അതിനെല്ലാം കൺസോൾട്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്ന് പറയുന്നത്, ബേസ്ഡ് ഓൺ ദ സെവറൽ സ്കോളേഴ്സ് റിസർച്ച് ആൻഡ് phenotypic view of the contemporary trends and issues in organization theory has been presented in the table. അപ്പോൾ ഈ പറയുന്ന നിലവിലുള്ള റിസർച്ച് സ്കോളേഴ്സിന്റെ റിസർച്ചിന്റെ ഫലമായിട്ടും അവരുടെ കൺക്ലൂഷന്റെ അല്ലെങ്കിൽ അവരുടെ അനാലിസിസിന്റെ റിസൾട്ടായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഓർഗനൈസേഷൻ തിയറിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ്, കണ്ടംപററി ട്രെൻഡ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഫ്രം ട്രഡീഷണൽ ടു ദ സോഷ്യൽ ഡൈനാമിക്സ്, പിന്നെ ജോബ് ടാസ്ക് ഹൈറാർക്കി ടു ദ സോഷ്യൽ പ്രോസസ്സ്, എഫിഷ്യൻസി ഓഫ് മെക്കാനിക്കൽ പ്രോസസ്സ്. അപ്പം അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന കൺസെപ്റ്റിൽ നിന്നും പുതിയ ഒരു കൺസെപ്റ്റിലോട്ട് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഓർഗനൈസേഷനിൽ ചേഞ്ചസ്, ഓർഗനൈസേഷൻ തിയറിയിൽ നമുക്ക് ചേഞ്ചസ് കാണാൻ സാധിക്കുന്നതാണ്. ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ഓർഗനൈസേഷൻ തിയറി ഈസ് ടു എക്സ്പ്ലെയിൻ ആൻഡ് പ്രെഡിക്റ്റ്. അപ്പോൾ ഓർഗനൈസേഷൻ തിയറീസിന്റെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അത് ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുക, പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് അറ്റംപ്റ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഗ്രൂപ്പിംഗ് ദാറ്റ് ഈസ് ഡിസൈൻഡ് ആസ് ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസേഷനിൽ അവിടെയുള്ള ഹ്യൂമൻ ഗ്രൂപ്പിംഗ്സിനെ, അതിന്റെ സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഗ്രൂപ്പിംഗ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ തിയറിയിലൂടെ നടത്തിയിട്ടുള്ളത്. ദ തിയറി ഹെൽപ്സ് എ റിസർച്ചർ ബൈ പ്രൊവൈഡിങ് ഹിം ആൻ ഓപ്പർച്യൂണിറ്റി ടു ടെസ്റ്റ് ഹിസ് ഐഡിയാസ് ആൻഡ് ഓർഗനൈസേഷൻ ഇംപ്രൂവ് ഹിസ് തിയറീസ്. ഈ തിയറീസിലൂടെ ഒരു ഓർഗനൈസേഷന് അവരുടെ കൂടുതലായിട്ടുള്ള ഐഡിയാസ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ തിയറീസിനെ കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകളാണ് തുറന്നു തരുന്നത്. In view of the environmental changes in the contemporary issues to be addressed in the organization theory can be enumerated as under. അപ്പോൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എൻവയോൺമെന്റ് ഉണ്ടായ ചേഞ്ചസ് കൊണ്ട് ഓർഗനൈസേഷൻ തിയറിയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഒന്ന് ഇമ്പാക്ട് ഓഫ് ടെക്നോളജി ഓൺ ദ ഹ്യൂമൻ സൈഡ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് പണ്ട് നേരത്തെ ആണെങ്കിൽ ഓർഗനൈസേഷൻ ഒരു ഹ്യൂമൻ സൈഡ് ആയിരുന്നു, പക്ഷേ ഇന്ന് ടെക്നോളജിക്കാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ടെക്നോളജി കൊണ്ടുണ്ടാവുന്ന ഇമ്പാക്ട്. രണ്ട്, ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ. മൂന്ന്, ഇമ്പാക്ട് ഓഫ് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഓൺ ഓർഗനൈസേഷൻ. നാല്, ഇമ്പാക്ട് ഓഫ് ബിഹേവിയർ ചേഞ്ച് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഓർഗനൈസേഷൻ. ഇമ്പാക്ട് ഓഫ് ന്യൂവർ ഓർഗനൈസേഷൻ ഓൺ ദ സൊസൈറ്റി. എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻ ഇന്റർഫേസ്. ക്രോസ് കൾച്ചർ ഇമ്പോർട്ടൻറ്റ് ഓർഗനൈസേഷൻ. ഇമ്പാക്ട് ഓഫ് മൊബിലിറ്റി ഓഫ് പീപ്പിൾ ആൻഡ് ടെക്നോളജി ഓൺ ദ ഓർഗനൈസേഷൻ ആൻഡ് സോ ഓൺ. ഇങ്ങനെയുള്ള ചേഞ്ചസ് ആണ് കൂടുതലായിട്ടും ഇന്നത്തെ കാലത്ത് ഓർഗനൈസേഷൻ തിയറീസിൽ, നേരത്തെ ഉണ്ടായിരുന്ന ഓർഗനൈസേഷൻ തിയറിയിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് വരുത്തുന്നത്, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്.